അവസാന ഇനമായ 4x400 മീറ്റർ റിലേ പോരാട്ടം തുടങ്ങുമ്പോൾ ഒന്നാമതുണ്ടായിരുന്ന പാലക്കാടുമായി എറണാകുളത്തിന്റെ വ്യത്യാസം 12 പോയിന്റ്. സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാടിന് ടീമും ഉണ്ടായിരുന്നില്ല. 2 റിലേകളിലും സ്വർണം നേടിയിരുന്നെങ്കിൽ പാലക്കാടിനെ പിന്തള്ളി എറണാകുളം ഒന്നാമതെത്തുമായിരുന്നു. എന്നാൽ പരിക്കിനെ തുടർന്ന് എറണാകുളം പിന്മാറിയതോടെ പാലക്കാട് കിരീടമുറപ്പിച്ചു. ആദ്യ 3 ദിനങ്ങളിലും മുന്നിലുണ്ടായിരുന്ന എറണാകുളത്തെ അവസാന ലാപ്പിലാണ് പാലക്കാട് മറികടന്നത്. 200 മീറ്ററിലും അവസാന ദിനം നടന്ന ഫീൽഡ് മത്സരങ്ങളിലും പാലക്കാട് മികവ് കാട്ടി. 4ാം ദിനം 3 മീറ്റർ റെക്കോർഡുകളാണ് പിറന്നത്. ആകെ 17 മീറ്റർ റെക്കോർഡുകൾ പിറന്ന കായികമേള അക്കാര്യത്തിൽ പിന്നാക്കം പോയി. റിലേയിലടക്കം 4 സ്വർണം നേടിയ ഉഷ സ്കൂളിന്റെ എൽഗ തോമസ് മീറ്റിന്റെ താരമായി. കോതമംഗലം മാർബേസിലിന്റെ ബിപിൻ ജോർജ്, പാലക്കാട് കല്ലടിയുടെ ചാന്ദിനി എസ് ട്രിപ്പിൾ സ്വർണം കുറിച്ച് മീറ്റിന്റെ താരങ്ങളായി. സ്കൂളുകളുടെ പോരാട്ടത്തിൽ മാർബേസിൽ കിരീടം നിലനിർത്തിയപ്പോൾ കല്ലടി 2ാം സ്ഥാനത്തേക്ക് കുതിച്ചു. അവസാനം വരെ ഞങ്ങൾ കാത്തിരിക്കും. എല്ലാ വർഷവും ഞങ്ങൾക്ക് അതിനുള്ള ക്ഷമയെല്ലാം ദൈവം തന്നിട്ടുണ്ട്. അവസാനം വരെ കാത്തിരിക്കാൻ. എറണാകുളത്തിന്റെ മേധാവിത്വം തകർത്ത് പാലക്കാട് കിരീടം പിടിച്ചെടുത്തിരിക്കുന്നു. പറളി മങ്ങിയെങ്കിലും കല്ലടിയുടെ കുതിപ്പാണ് പാലക്കാടൻ കാറ്റിനെ കിരീടത്തിലേക്ക് നയിച്ചത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും ടീം മാതൃഭൂമി ന്യൂസ്. നേട്ടമറിയുമ്പോൾ ഇത്രയൊന്നും ആഹ്ലാദിച്ചാൽ പോരാ. കഴിഞ്ഞ തവണ നേടിയ 7 സ്വർണം ഇത്തവണ 15ആയി. 6 വെള്ളിയും 7 വെങ്കലവും കൂടെ വാരി. ആകെ പോയിന്റ് 61ൽ നിന്ന് 102ആയി. ആകെ പിറന്ന 17 മീറ്റർ റെക്കോർഡുകളിൽ 4 എണ്ണം കല്ലടിയുടെ പേരിലാണ്. 1500, 3000 മീറ്ററുകളിൽ ബബിതയും, പോൾ വോൾട്ടിൽ നിവ്യ ആന്റണിയും, ഹൈജമ്പിൽ ജിഷ്ണയും മീറ്റർ റെക്കോർഡ് നേടി. സ്പ്രിന്റ് ഡബിൾ നേടിയ മുഹമ്മദ് അജ്മലാണ് മീറ്റിലെ താരങ്ങളിൽ ഒരാൾ. വളരെ സന്തോഷമുണ്ട്. ഫസ്റ്റ് ലാസ്റ്റ് വർഷമാണ് ഇത്രയും പ്രകടനം കാഴ്ചവെച്ചാൽ കോച്ചുമാരോടും വീട്ടുകാരോടും എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ എത്തിയത്. അജ്മലിന് പുറമെ ബബിതയും ചാന്ദിനിയും ഇരട്ട സ്വർണം നേടി. തീർച്ചയായിട്ടും പാലക്കാട് ജില്ലാ ചാമ്പ്യൻഷിപ്പിലേക്ക് വരുമ്പോൾ അത് കല്ലടിയുടെ കരുത്തോടു കൂടി വരുന്നു എന്നുള്ള സന്തോഷം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷത്തിലാണ്. ചിട്ടയായ പരിശീലനമാണ് വിജയത്തിലേക്ക് നയിച്ചതെന്ന് പരിശീലകരും താരങ്ങളും ഒരുപോലെ പറയുന്നു. മുഹമ്മദ് നൌഫൽ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.